ഡോക്ടർ, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട്. ഇതിന്റെ രോഗാവസ്ഥ മൂർച്ഛിച്ചൊരു സിറോസിസിട്ടൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരം കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് പല കമന്റ്സ് ആയിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും രോഗികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കരളിന് ചുറ്റും, കരളിന്റെ കോശങ്ങളുടെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇതുപോലെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയതുകൊണ്ട് മാത്രം അത് ലിവറിന്റെ ഫംഗ്ഷനെ എഫക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ കോശങ്ങളുടെ വലിപ്പത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനെ ഒന്നും എഫക്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ പറയുന്ന ഫാറ്റ് അവിടെ അടിഞ്ഞുകൂടി ഒരു നീർക്കെട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും, അല്ലെങ്കിൽ ലിവറിന്റെ കോശങ്ങൾ ഫംഗ്ഷൻ ചെയ്യേണ്ട രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാണ്ട് വരികയും, പിന്നെ ലിവർ ചുരുങ്ങി ഒരു സിറോട്ടിക് സ്റ്റേജിട്ട് പോവുകയും, പിന്നെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ്, കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കരളിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കൊഴുപ്പ് അവിടെ നീർക്കെട്ടുണ്ടാക്കി അതിന്റെ കോശങ്ങൾക്ക് തകരാറുണ്ടാക്കുകയാണെങ്കിൽ ശരീരത്തെ പുറത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ചിലതാണ്: നമ്മുടെ ശരീരം മാത്രം മെലിഞ്ഞിട്ട് വയറ് മാത്രം ഇതുപോലെ വീർത്ത് വരിക, കയ്യിലും കാലിലും, കൈപ്പത്തിയും കാൽപ്പത്തിയും വളരെ ചുമന്ന് തടിച്ചിരിക്കുന്ന രീതിയിൽ വരിക, ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ചൊറിച്ചിലുണ്ടാകുക. പ്രത്യേകിച്ച് ഇറപ്ഷനോ വേറെ ഒന്നും നോക്കുമ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ശരീരത്തിന്റെ പല ഭാഗത്ത് ഇതുപോലെ കാരണമൊന്നും ഇല്ലാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെയും കാലിലെയും രോമം പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് കൊഴിഞ്ഞു പോവുക. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ചെസ്റ്റ്, നെഞ്ച് ഭാഗം സ്ത്രീകളുടേതുപോലെ ആകുക. കണ്ടീഷന്റെ പേരാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അതുപോലെ രൂപപ്പെടുക. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് കരളിന്റെ കോശങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ഒരു നീർക്കെട്ടുണ്ടാക്കുകയും അത് ലിവറിന്റെ ഫംഗ്ഷനെ ബാധിച്ച് അത് ദോഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് നമ്മളെ കാണിക്കുന്ന ഒരു വാർണിംഗ് സൈൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉള്ളവരിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് USG അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സിറോസിസ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്.